ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമുക്ക് നല്ല രുചികരമായൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. തലേന്ന് തന്നെ നമ്മൾ ഏകദേശം 250 ഗ്രാം ഗ്രീൻ പീസ് നന്നായി കുതിരാനായി ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായി വെള്ളത്തിലിട്ട് കഴുകിയ ശേഷമാണ് നമ്മൾ ഗ്രീൻ പീസ് കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം 8 മണിക്കൂറോളം നമ്മൾ കുതിർത്തതിന് ശേഷം ഗ്രീൻ പീസ് നന്നായി കഴുകിയെടുക്കുക. ഇനി കുതിർന്ന് വന്ന ഗ്രീൻ പീസിനെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. ഇനി ഇത് വേവിക്കുന്നതിനായി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്കായി 2 മീഡിയം സൈസ് സവോള, 2 ചെറിയ ഉരുളക്കിഴങ്ങ്, വലുതാണെങ്കിൽ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് മതിയാവും, ഒരു ചെറിയൊരു തക്കാളി, 2 പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയ ഒരു 10 കുടം വെളുത്തുള്ളി. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് നന്നായി തൊലി ചെത്തിയെടുക്കണം. നമുക്ക് ഗ്രീൻ പീസിൻ്റെ കൂടെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങിനെ നന്നായി വേവിച്ചെടുക്കാനുള്ളതാണ്. നന്നായി ചെത്തിയെടുത്ത് കുറച്ച് വലിയ കഷ്ണങ്ങളായി നമുക്കിത് മുറിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായി ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കഴുകി മുറിച്ചെടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മളിവിടെ മുറിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ മുറിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇപ്പം നമ്മൾ ഇതിലേക്ക് കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ കൂടി ചേർത്ത് ആവശ്യത്തിന് വേവാനുള്ള വെള്ളവും ഒഴിച്ച് കുക്കറിൽ വേവിക്കാനായി വെക്കണം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും തുടർന്ന് സിമ്മിൽ 2 വിസിലുമാണ് നമ്മൾ അടുപ്പിച്ചെടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസ് നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം സവാള, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, 2 പച്ചമുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ വിസിലെല്ലാം പോയി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. സവാള വഴറ്റുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മട്ടൻ മസാല ചേർത്ത് കൊടുക്കാം. മട്ടൻ മസാല അല്ലെങ്കിൽ നമുക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം. കൂടാതെ എരിവിനായി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറി നന്നായി ഇളക്കിയെടുക്കുക. നന്നായി തിളച്ച ശേഷം അവസാനമായി ഒരു പിടി കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള വിഭവത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളിന്നിവിടെ ഇടിയപ്പം ഉണ്ടാക്കിയതുകൊണ്ട് ഇടിയപ്പത്തിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്ത് കാണിക്കുന്നു. വ്യത്യസ്തമാർന്ന ഈ കറി നിങ്ങൾ തീർച്ചയായും പരീക്ഷിച്ച് നോക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. പുതിയ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർച്ചയായി വീണ്ടും പുതിയ വീഡിയോയായി കാണാം.